കുക്കിംഗ് അറിയാമോ? ഇല്ല, പഠിക്കാവുന്നേ ഉള്ളൂ. യു ഷുഡ്. അമ്പടി ഭയങ്കര 10,000 രൂപയിലേക്ക് ട്യൂഷൻ, ഡ്രൈവിംഗ്, ഇപ്പതാ കുക്കിംഗ് പുഴുങ്ങി തരാഞ്ഞ്. കോണ്ടിനെന്റൽ ഫുഡാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അല്ല, കിച്ചണിലത് ഉണ്ടാക്കുന്നത് കണ്ടു. കിച്ചണിലെ കളി കണ്ട് പഠിക്കണ്ട. അത് കോണ്ടിനെന്റലും അല്ല നാടിനും അല്ല, വെറും ജങ്ക്. നേരാ, ഫിഷും മീറ്റും ചുമ്മാ ബോയിൽ ചെയ്ത് സോസും അജിനമോട്ടോ ഇട്ട് ഇളക്കും. അത് തന്നെ ചൈനീസ്. പിസയാണെങ്കിൽ ശരിയായ ഗോതമ്പട. മാഡം പറഞ്ഞാൽ ശരി, കുട്ടികൾക്ക് ഇത്തരം ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു? കൊടുക്കണം. നീ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട് കുട്ടികൾക്കൊരു അടുപ്പം ഉണ്ടാവും. അവനെ മാനേജ് ചെയ്യാൻ ആ അടുപ്പം ഇപ്പോൾ ആവശ്യമാണ്. പണ്ട് ഞാനിതൊന്നും കൊടുക്കില്ലായിരുന്നു. വയറ് കേടാവും. ഇറ്റ് മേ എഫക്ട് ദ ബ്രെയിൻ. ഹോം മെയ്ഡ് നാടൻ ആഹാരമേ കൊടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട. അവന് ഇഷ്ടമുള്ളത്. സ്കൂളിൽ വലിയ നാണക്കേടൊന്നും ഉണ്ടാക്കാതെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് വേണ്ടതൊക്കെ പഠിപ്പിക്കുക. ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക. ജസ്റ്റ് മാനേജ് ഹിം. ജസ്റ്റ്. തുമ്മി ഒരു നല്ല കുട്ടിയായിരുന്നെന്ന് ടീച്ചേഴ്സ് പറഞ്ഞല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആവാൻ എന്താ കാരണം? ആൺകുട്ടികളല്ലേ, ചില പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സാറിനെ പേടിയുണ്ടോ തുമ്മിക്ക്? പോൾ സാറിനെ? പോൾ അതിന് ഇവിടെ ഇല്ലല്ലോ. മാസങ്ങളായിട്ട് ബിസിനസ് ടൂറിലല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച? നോ ചാൻസ്. അന്ന് മാഡം വീണ അന്ന്. അന്ന് ഒരു ദിവസം നാട്ടിലുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ പോയി. ആവശ്യത്തിലേറെ ടെൻഷൻസ് ബിസിനസ് രംഗത്ത് തന്നെ ഉണ്ട്. അതിനിടെ ഞാനിതൊന്നും പറഞ്ഞ് പോളിനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ ജോലിക്ക്? ഷ്യോ. തൊമ്മി, നാളെ മുതൽ ഞാനാണ് തൊമ്മിയുടെ. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവരുന്നത്. You want to torture me? No മോനെ, I'm your. Don't play games. കേട്ടിടത്തോളം സംഗതി മഹാ അലമ്പ മോളെ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മനുഷ്യബന്ധങ്ങൾ, സംസാര രീതി, ആഹാരം, ചൈനീസ് പിസ, 365 ദിവസം വേൾഡ് ടൂർ നടത്തുന്ന കെട്ടിയോൻ. കേട്ടിടത്തോളം അവരുടെ ഒരു രീതികളൊക്കെ വെച്ച് ഒരു ബേബി സിറ്ററിന് എന്തായാലും ഈ ജന്മം അവർ പ്രൊമോഷൻ തരാൻ പോകുന്നില്ല. നിന്റെ ബിസിയ വേസ്റ്റ് ആവാൻ ഒരു ബിസിയെങ്കിലും ഉണ്ട്. ഈ ജോലിക്ക് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? പഠനം മുടങ്ങുമെന്ന് ഉറപ്പാ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്ന പണി കിട്ടും. ഏറിയ 4,000 രൂപ ശമ്പളം. ഒരു കുടുംബം തകർന്നടിയും, അത്ര തന്നെ. അതുകൊണ്ട് 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지 강남스타일 강남스타일 പോലീസ് വരുന്നു. ചെറുക്കൻ ഏത് കൊത്താടുന്ന അടി വരുന്നേ? സർ, ഇവനാണ്. ഞാൻ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ ഇവനാ ചെയ്തില്ല. ഇവനോ? You call me ഇവൻ? സർ, ഇവളെന്നെ ഇവൻ എന്ന് വിളിക്കുന്നു. ചേച്ചി അല്ലടാ, വിളിക്കട്ടെ. ചേച്ചിയൊന്നുമല്ല, ഇതെന്റെ ഡ്രൈവറാ. ഓ, ഡ്രൈവറാണോ? ടീച്ചറാ. ഡ്രൈവറാണ് സർ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി. ലൈസൻസ് എടുക്കടി. സർ, ഗ്രീൻ ലൈറ്റ്. ആ ലൈറ്റിന് വരുവാൻ പോവുകയും ചെയ്യും. ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ? പോയിക്കോ. എന്നാടി പറഞ്ഞേ? പോയിട്ട് വരട്ടേന്നാ അല്ല സർ, പോയിട്ട് വരട്ടെ പട്ടിയെന്നാ ഇവള് പറഞ്ഞു. അല്ല സർ, ഇവൻ നുണയനാ. നുണയെന്നെ
ആ പോ ഓരോന്നും പൊട്ടിക്കാട്ടി നിറങ്ങിക്കോളും. നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോടി? നിർത്തടി. നിർത്താൻ. പതുക്കെ പോ. അയ്യോ. എന്താ പറ്റി? ബ്രേക്ക് ചവിട്ടിപ്പോ പേടിച്ചു പോയോ? എന്റെ തലയിൽ എന്തോ ഇടിച്ചു. ഫ്രണ്ടിലോ ബാക്കിലോ? ആ, ഫ്രണ്ടിലാണെങ്കിൽ പേടിക്കണ്ട. ബാക്കിലാണെങ്കിലോ? പേടിക്കണം. ബാക്കിൽ നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാ ബോധം കിട്ടുപോകും. ചെറിയ അടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അപ്പയിടും. അത് നമ്മൾ അറിയില്ല. വീട്ടിൽ ചെന്ന് ട്രൗസർ ഊറുമ്പോ ബ്ലാ. ഇതിപ്പോ സാരില്ല, മുമ്പിലല്ലേ, ഇത്തിരി മൂത്രം പോവും, അത്രേ ഉള്ളൂ. നാശം വന്നു. ഈ നരിച്ചീറിനൊക്കെ താമസിക്കാനൊരു വീട്, ഓ അവനെ പഠിപ്പിക്കാനൊരു ടീച്ചറും. ഇവനൊക്കെ പഠിച്ചിട്ട് എന്ത് കാണിക്കാന്? അവനൊന്നും പഠിച്ചില്ലേലും ജീവിക്കും. ഇവനെ പോലുള്ളവരില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കും. മുഴുത്തവന്മാരുടെ ഡാഷാണ് അമ്മായി എളിയവന്മാരുടെ പിഴപ്പ്. ഡാഷു തെറിയാണല്ലടി. അയ്യോ, പഴഞ്ചൊല്ലാണ് അമ്മായി ഡാഷ്. ആ ചെറുക്കൻ എന്തിനാ ഓടിയത്? സാധാരണ വന്നു കയറിയ അമ്മയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു മേടാണ്. ഇന്നെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് ഒന്നാണോ രണ്ടാണോ എന്ന് പരിശോധിക്കണം. ടോമി വേണ്ട, നിന്നെ ഞാൻ ശരിയാക്കി തരാടി. വേണ്ട, നീ ഓടി. വേണ്ട തൊമ്മിക്കുട്ടാ, ഓടി. വേണ്ട ചക്കരെ, നീ എന്നെ പേടിപ്പിക്കല്ലേ? വേണ്ട തൊമ്മിക്കുട്ടാ, വേണ്ട. അയ്യോ, Hey, who is that? അയ്യോ, Tommy, what nonsense? എന്റെ അമ്മോ. Who's that? അടുത്ത വീട്ടിലെ അമേരിക്കക്കാരനാ, സേവി. Tommy, are you there? സേവി ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല, എന്റെ ട്യൂഷൻ ടീച്ചറാ കീലു. മര്യാദ യൂസ്ലെസ്. എക്സാക്ട്ലി. എന്താ അവളുടെ പേര് പറഞ്ഞേ? അസൽ കുരങ്ങാണ് കീലു. പോടാ. എന്റെ പൊന്ന് സേവിച്ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല, ഇവനാണ് തൊമ്മി. ഞാൻ ജീലു, കുരങ്ങൊന്നുമല്ല, നല്ല സുന്ദരിയാ. See my face. ഇത് സേവി ഒന്നുമല്ലടാ, രാമസ്വാമിയാ. രാമസ്വാമി ഒന്നുമല്ല, സേവി ചേട്ടനാ. അല്ലടാ, ഇത് അവൻ തന്നെ, രാമസ്വാമി. ദോ, ദോ, ദോ രാമസ്വാമി. വാടാ. എങ്ങോട്ട്? ടീച്ചർ സേവി ചേട്ടനെ പിടിക്കാൻ പോവാ. എന്ത്? ഈട്ടോ. ദാ സൈക്കിൾ കേറടാ. ഏയ്, പോയി. അവരുടെ പോയി. ഗേറ്റ് തുറക്ക്. അവരുടെ ഗേറ്റ് തുറക്ക്. ടീച്ചർ സേവി ചേട്ടനെ പിടിക്കാൻ പോവാ. അവറാനെ, അവറാനെ, എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളൂ. ദേ അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവളെ തുഴ പോലെ നിന്ന് പോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അത് സേവി ചേട്ടനാ, ഷുവർ. നിന്നെ അയാൾ എന്താ ചെയ്ത? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ചതിച്ചു എന്ന് പറഞ്ഞാ ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി.
അവന്റെ ഒരു നോട്ടവും ചോദ്യം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കുറെ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയോടൊക്കെ പഠിപ്പിച്ചത്? പറയാൻ. അപ്പു, അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ? നിന്റെ പ്രിൻസിപ്പലിനെ ഞാനൊന്ന് അയ്യോ, കാണട്ടെ. അപ്പുന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടൂ പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോകാൻ പറ. താങ്ക് യു ജിലി മിസ്. CP രാമസ്വാമി അയ്യർ, ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, അന്നങ്ങനെ പറ്റിപ്പോയി. മനഃപൂർവ്വമല്ല. കള്ളം പറയരുത്. സോറി, മനഃപൂർവ്വം തന്നെയാ. ബട്ട് ഐ ഹാവ് മൈ ഓൺ റീസൺസ് ഫോർ ദാറ്റ്. ആളെ പറ്റിക്കാൻ റീസണോ? അതൊന്ന് കേൾക്കണമല്ലോ. എന്റെ നല്ലൊരു ചിമിട്ടം മൺകാൾ അത്താനടിച്ച് ചളുക്കിയത് സ്കൂട്ടറിന്റെ കാര്യമാണോ? തടിയാ. അതിരിക്കട്ടെ, ആ പാവം പിടിച്ച വീഡിയോ ഷോപ്പുകാരന്റെ പേരെന്തിനാ പറഞ്ഞത്? രാമസ്വാമി. നമ്പർ 1 ഫ്രോഡാ പുള്ളി. വിൻഡോസിന് ക്രാക്ക് സൈഡിൽ നിന്ന് എന്നെ പറ്റിച്ചിട്ടുള്ളതാ പണ്ട്. ഓക്കെ, എന്താണ് സേവി രാമസ്വാമിയുടെ റീസൺ? വെറും സെയിം. അന്നത്തെ ആ കാറ് എൻ്റെ അല്ല, ഒരു ഫ്രണ്ടിൻ്റെയാ. അവൻ പൊന്നു പോലെ നോക്കുന്ന വണ്ടി ഒരു അത്യാവശ്യത്തിന് കാല് പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നതാ. അതിനൊരു പോറൽ പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ ചാവും. ഓഹോ, അപ്പൊ എന്റെ മഡ്ഗാർഡ് അത് നമുക്ക് ശരിയാക്കാം. ഇനി അടിച്ചിട്ട് ഇനി ശരിയാക്കാന്നോ? ഓ, അത് ശരിയാക്കിയോ? അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കൊരു കോംപ്രമൈസ് എത്താം. മിസ് പേരെന്ന് പറഞ്ഞേ? റെയർ നെയിം കീലു. ജീലു. ഹായ് ജീലു. അവള് പോയോ? ആര്? ആ ടീച്ചർ. ആർക്കറിയാം, അവള് വന്നു കയറിയ മുതൽ എല്ലാം തലതിരിവല്ലേ. അസമയത്തൊരു പുറത്തുപോക്കും അലവലാദികളുടെ കൂടെ കളിയും. കൊച്ചമ്മയെങ്കി വരട്ടെ. നീ പൊടി. അപ്പനും അമ്മയും നടതള്ളി പടു കുരുപ്പ്. ഹായ്, ഗുഡ് ഈവനിങ് ടോം പോൾ. എത്ര സെറ്റ് കളിച്ചു? 3. എത്ര ജയിച്ചു, എത്ര തോറ്റു? 3. ജയോ തോൽവിയോ? ജസ്റ്റ് ലൈക്ക് സെൽച്ചഡൻസി. ഓ, അപ്പൊ തോറ്റു. അല്ല, ആ കക്ഷി എത്ര അവിടെ സിയൊക്കെ തോറ്റു എന്നാ പറഞ്ഞേ? നോ ഐഡിയ. എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി സ്ഥിരം തോൽവിയാ. അല്ല, മുറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇപ്പൊ ട്രെൻഡി അല്ല. നമുക്ക് സേവിയെ കൊണ്ട് ആ പടം ഒന്ന് വരപ്പിച്ചാലോ? എനിക്കൊരു പേടിയും. അപ്പാ ഹേറ്റ് മീ മോർ. അതുകൊണ്ടാ വീട്ടിൽ വരാത്തെ. Derived from C++. Unlike C++, which combines the syntax of structured, generic, and object-oriented programs, Java was built almost exclusively as an object-oriented language. All code is written inside a class, and everything is an object, with the exception of primitive data, which are not classes for performance reasons. Unlike C++, Java does not support operator overloading multiple inheritance of classes, which is associated with. ഒന്ന് പുറത്ത്. Okay. ജീലു, ടോമിക്ക് നല്ല സുഖമില്ല. സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. നത്തിങ് സീരിയസ്. ഒരു പനിയോ വോമിറ്റിങ്ങോ അങ്ങനെ എന്തോ. ഞാനൊരു വെരി ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൻ്റെ നടുവിലാണ്.
സോ നീ ഒന്ന് സ്കൂളിലേക്ക് പോകണം. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. തൊമ്മിക്കൊരു പനി സ്കൂളിൽ. ഞാൻ പോയില്ല. ആ പെണ്ണിനെ അയച്ചു. അതെ. നോ വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത സ്ഥിതിക്ക് ഇനിയൊരു റീതിങ്കിങ്ങിന്റെ ആവശ്യമില്ല. ഊണ് കഴിച്ചോ? ടേക്ക് കെയർ. തൊമ്മി 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 നീ എന്താ വലിയ പൊണ്ണക്കാര്യം പറയുന്ന പോലെ പറയുന്നത്? അതെ, പനിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ നിന്നെ അങ്ങോട്ട് വിട്ടത്. വേണ്ടത് ചെയ്യണം. ക്യാഷ് കയ്യിലുണ്ടോ? ഓക്കെ, ഹോസ്പിറ്റൽ ഏതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തുവിടാം. ശീല കൈയൊഴിഞ്ഞു അല്ലേ? ഇതെന്തു പറ്റി അവർക്ക്? വെറുതെ അല്ല ആ പയ്യനിങ്ങനെ കുരുത്തം കെട്ടു പോയത്. ആദ്യമൊക്കെ ഷീലയുടെയും പോളിന്റെയും ഓവർ കെയറിങ് ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. ഒരുപാട് കാലം കൂടി ഉണ്ടായ ഏക മകൻ. കുറച്ചു കാലമായിട്ട് ഇതെന്തു പറ്റി? അവർക്ക് അവനെയും വേണ്ട, അവൻ അവരെയും വേണ്ട. വളർന്നു വരുമ്പോ ഇതൊക്കെ ഏതു കോലമായി തീരുമെന്ന് ആർക്കറിയാം? ഷീലയും പോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അറിയില്ല. പോള് വീട്ടിൽ വരാറില്ലെന്ന് കുട്ടി പറഞ്ഞു. എടവക പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും അതാ, പള്ളിയിലും കാണാറില്ലെന്ന്. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. സാർ ബിസിനസ് ടൂറിലാണെന്ന് എന്നോട് പറഞ്ഞത്.